തരൂർ എന്ന പേര് നമ്മൾ ഇന്നോ ഇന്നലെയോ അല്ല ഇങ്ങനെയൊരു സർവകക്ഷി സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. തരൂർ അതിലുണ്ടാകും എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു, തരൂർ അതിനെ നയിക്കും എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സാധാരണ മലയാളികൾ എന്ന നിലയ്ക്ക് പോലും തരൂരാണ് അത്തരമൊരു സംഘത്തെ നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വേറിട്ട ചിന്ത സാധാരണഗതിയിൽ ആർക്കും ഉണ്ടാവേണ്ടതല്ല. ഇങ്ങനൊരു വിഷയം തികഞ്ഞ രാഷ്ട്രീയ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നയതന്ത്ര തകർച്ചയല്ലേ? ഇത് നോക്കൂ, ഈ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ ഒരു ഗയാ പോസ്റ്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എറിഞ്ഞു കൊടുത്തു. ഐക്യബോധത്തോടെ ഒറ്റ മനസ്സോടുകൂടി അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ മനസ്സ് എന്നുള്ളതാണ്. അതിന് വിഘാതമായി നിൽക്കുന്നു കോൺഗ്രസ് എന്ന് BJPക്ക് രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത ജാഗ്രത കുറവുണ്ടായി. പിന്നീട് ഹൈക്കമാൻഡിന് അതിനെ തിരുത്തേണ്ടി വന്നു. ഈ തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ കാര്യത്തിനകത്ത് അല്പം കൂടെ ഗൗരവപൂർണമായ മാനം കൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ കരുതുന്നത്. കാരണം ഇവിടെ നമ്മൾ കാണുന്നു, ഇപ്പൊ BJPയുടെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കവേ അദ്ദേഹം വളരെ ഭംഗിയായി ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്. അത് പോസ്റ്റ് പെഹൽഗാം ഇന്ത്യൻ അന്തരീക്ഷത്തിൽ പല സംഘപരിവാർ ഹാൻഡിലുകളും ഉയർത്തുന്ന ഒരു സ്വഭാവത്തോടു കൂടെയുള്ള പ്രതികരണമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. അദ്ദേഹം പറഞ്ഞു വരുന്ന വഴിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതായത് പെഹൽഗാമാനന്തരമുള്ള ഇന്ത്യൻ അന്തരീക്ഷം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതത്വങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും വെല്ലുവിളി നേരിടുന്ന ഏതു ഘട്ടത്തിലും നമ്മൾ ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിൽ അഭിമാനത്തോടുകൂടെ ഈ രാജ്യത്തിന്റെ പതാകവാഹകരായി കരുത്തോടുകൂടെ നിലയുറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്, ഇപ്പോഴും ശ്രമിക്കുന്നവരാണ്. അവിടെ സങ്കുചിതമായ ഒരു അഭിപ്രായമാണ് നിർഭാഗ്യവശാൽ വീണ്ടും സംഘപരിവാർ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ BJPയുടെ നേതാവ് അവതരിപ്പിച്ചത്. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇത്തരം ഒരു ചർച്ചയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, ബിയോണ്ട് പൊളിറ്റിക്കൽ വിത്ത് നേഷൻ എന്നുള്ളതല്ല, ബിഗിൻ പൊളിറ്റിക്കൽ വിത്ത് നേഷൻ, അതായത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നവരാണ് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ കാണേണ്ടത്, ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യ എന്ന പൊതുവികാരത്തോടൊപ്പം നിലയുറപ്പിച്ച എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേപോലെ ആവശ്യപ്പെട്ടത് പെഹൽഗാമിൽ സംഭവിച്ചതെന്ത്, കിലോമീറ്ററുകൾ കണക്കെ ഒരു വാഹനത്തിലും സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന സ്ഥലത്ത്, കുതിരപ്പുറത്ത് മാത്രം സവാരി ചെയ്തും കാൽനടയായും എത്തേണ്ട സ്ഥലത്ത് 26ഓളം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൊലവിളിച്ച് വന്നു പോയ തീവ്രവാദ സംഘം എവിടെ പോയി മറഞ്ഞു, എങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർണമായ ചർച്ച നടക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് അറിയാൻ അവകാശമുണ്ട്. മറ്റൊരു RSS താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകന്റെ വാചകം വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ കഴിയുന്നതാണ്, ദ നേഷൻ വാണ്ട്സ് ടു നോ, ഇന്ത്യക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പട്ടാള സാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാളെയും ഒരു സുരക്ഷാ പടനെയും നേർക്കുനേരെ അഭിസംബോധന ചെയ്യേണ്ട വരാതെ എങ്ങനെ നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്തി ഈ സംഘം എങ്ങനെ നാടുവിട്ടു, ആർക്കാണ് വീഴ്ചയുണ്ടായത്, ഇത് ഇന്ത്യൻ പാർലമെന്റിലൂടെയും ഇന്ത്യയോടും വിശദീകരിക്കുന്നതിന് പകരം ഇവിടെ ലോകത്തോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നയതന്ത്ര സംഘത്തിന് രൂപം നൽകുന്നു. CPIMന്റെ പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ ഞങ്ങൾ ഈ സംഘത്തിന്റെ ഭാഗമാകും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസിന് ഈ സംഘത്തിന്റെ ഭാഗമാകാനുള്ള ക്ഷണം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിയോജിപ്പോട് കൂടെ ആയിരിക്കും ഇന്ത്യൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ഇതിന്റെ ഭാഗമാകുന്നത്. കാരണം നിശ്ചയമായും ഇന്ത്യയുടെ ഭാഗം ഇവിടെ സൂചിപ്പിച്ചതും പറഞ്ഞതും പോലെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ നിർവഹിച്ച പങ്കിനെ സംബന്ധിച്ച്, തീവ്രവാദ വിരുദ്ധമായ ഇന്ത്യൻ നിലപാടിനൊക്കെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഈ കാര്യത്തിനകത്ത് ഭീകരവാദികളുടെ പിന്തുണയോടുകൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരണത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു പേര് മുഹമ്മദ് സുബൈറിന്റെയാണ്. ആർട്ട് ന്യൂസിന്റെ സ്ഥാപകൻ കൂടെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അല്പനാളുകൾക്ക് പുറകിൽ വരെ ഇന്ത്യൻ സംഘപരിവാരം ഏറ്റവും കൂടുതൽ വേട്ടയാടിയ അദ്ദേഹമാണ് ഇന്ത്യയിലും ലോകത്തും ഏറ്റവും സവിശേഷകരമായി ഇത്തരം മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകളെ തുറന്നു കാട്ടി ഇന്ത്യയുടെ മാനം കാത്തത് എന്നുള്ളത് ഈ തരത്തിൽ പ്രത്യേകം പ്രസ്താവനയ്ക്ക് അർഹനാണ് അദ്ദേഹം. പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യക്കകത്തും ഇന്ത്യയിലെ ജനങ്ങളോടും ഇത് വിശദീകരിക്കേണ്ടതായിരുന്നു പ്രാഥമികമായി ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് നിർവഹിക്കേണ്ട. പക്ഷേ ജയ്ക്ക് അവിടെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സീസ് ഫയർ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം ഇനി പ്രകോപനങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്കുറപ്പില്ല.
ഏത് രാത്രിയിലും വേണമെങ്കിലും ഇനി മറ്റൊരു പ്രകോപനം ഉണ്ടാകാം. ആ സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ പാർലമെന്റ് സമ്മേളനം വിളിക്കുക, ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കുക, സീസ് ഫയറിന് മുൻപ് തന്നെ ജനപ്രതിനിധികളെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. അതിലൊന്നും നമ്മൾ തമ്മിൽ തർക്കമില്ല. പക്ഷേ അതേപോലെ തന്നെ പ്രധാനമാണ് ലോകരാജ്യങ്ങളെയും നമ്മുടെ നിലപാട് അറിയിക്കുക എന്നുള്ളത്. തൊട്ടടുത്ത നിമിഷം മറ്റെന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായി നമുക്ക് ഡയറക്റ്റായി നോക്കൂ, ഏത് സമയത്ത് എന്ത് പ്രകോപനം ഉണ്ടായെങ്കിലും അത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ സീസ്ഫയറിലേക്ക് പോയത്. അതിനു മുൻപ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ, ഏറ്റവും അടുത്ത മിനിറ്റുകളിൽ ലോകത്തെ വിശ്വാസത്തിലെടുക്കേണ്ട ആവശ്യം തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അൺപ്ലസന്റ് ട്രൂത്ത് എന്നതുപോലെ, അനിഷ്ടകരമായ യാഥാർത്ഥ്യം എന്നതുപോലെയാണ് ഈ പ്രാഥമികമായ കാര്യം നിർവഹിക്കാതെ മറിച്ച് ലോകത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഈ ശ്രമത്തിന്റെ ഭാഗമാകും CPIM, ഭാഗമാകും ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിർവഹിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിന്റെ പ്രയോറിറ്റിയെ സംബന്ധിച്ചാണ് തർക്കമുണ്ടായിരുന്നത്. ഇത്രയും ആളുകൾ മരണപ്പെട്ട, ഇത്രയും വലിയ തീവ്രവാദി ആക്രമണത്തെ നേരിടേണ്ട വന്ന, ഇത്രയും ശതകോടിക്കണക്കിന് വരുന്ന രൂപ, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ലയൺ ഷെയർ എന്നാണ് നമ്മൾ പറയാറുള്ളത്, സിംഹഭാഗം നീക്കിവെക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിക്കും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കും വേണ്ടിയിട്ടാണ്. അത്രയധികം 10,000-കണക്കിന് വരുന്ന കോടികൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സാമാന്യ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദാരിദ്ര്യം തുടച്ചു നീക്കാനും പട്ടിണി ഇല്ലാതാക്കാനും ഒക്കെ ചെലവഴിക്കേണ്ട വലിയൊരു വിഭാഗം വരുന്ന തുക ചെലവഴിച്ചിട്ടും എങ്ങനെ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന പ്രാഥമികമായ, ലളിതമായ, സയുക്തികമായ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇത്തരം ഒരു ഏർപ്പാടിലേക്ക് പോകുമ്പോൾ ഇത് നടത്തേണ്ടതല്ല എന്നൊരു പ്രതികരണം, എന്നൊരു അഭിപ്രായവും ഇന്ത്യൻ ഇടതുപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പ്രയോറിറ്റി നിശ്ചയിച്ചതിലും അതിനാളുകളെ തെരഞ്ഞെടുത്ത രീതിയും ഒട്ടും ജനാധിപത്യപരമല്ല, ഒട്ടും ഇന്ത്യ പോലെയൊരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുകരണീയമായ ഒരു മാതൃകയല്ല എന്ന കാര്യം ആവർത്തിച്ചൂന്നി പറയേണ്ടതുണ്ട്. അതങ്ങനെ തന്നെ പറയുന്നു.